പറഞ്ഞല്ലോ, ദഅമദ്ദഅതുഹുന്ന സാറാഫീ നബിയിഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഇരിബ അൻഹു നാതിഖും ബിഫമി. അല്ലാഹുവിന്റെ ഹബീബിന്റെ അപദാനങ്ങൾ ഒരാൾക്കും വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. അവാജ്യമാണ്, അനിർവചനീയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇയാൾ നടത്തുന്ന മറ്റൊരു വലിയ ഒരു തട്ടിപ്പ് എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച ദിവസം ഏതാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് നബി തങ്ങൾ വഫാത്തായ ദിവസമോ അതിലാർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ജനിച്ചൊരു ദിവസം അതേതാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലല്ലോ. ആ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖണ്ഡിതമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു മാസം ഇത്രാമത്തെ ദിവസമാണ് ജനിച്ചത് എന്ന് പറയുക സാധ്യമേ അല്ല. എന്നാൽ അതിനേക്കാൾ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നത് വ്യക്തവുമാണ്. ആ വഫാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? എന്തൊരു അബദ്ധമാണ്, അല്ലെങ്കിൽ എന്തൊരു തെറ്റിദ്ധാരണയാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. ഇയാൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണ്ടേ? എന്താണ് ഇമാമുമാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? നബി തങ്ങൾ ജനിച്ച ഒരു ദിവസത്തിന് തെളിവില്ല എന്നാണോ? അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ശരിയാണ്. അത് ചരിത്രത്തിൽ എന്ത് വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് ഏത് ദിവസത്തിലാണെന്ന് അറിയില്ലല്ലോ. അപ്പം ഇതൊക്കെ അബദ്ധമാണ്. മാത്രമല്ല, ഇമാമുമാർക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാടുമില്ലേ? ഉണ്ട്, ചരിത്രത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാമുമാർ, ബഹുമാനപ്പെട്ട ഇമാം ഖസ്ത്വലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബിൽ പറയുന്നുണ്ട്, വൽ മശ്ഹൂറു അന്നഹു ഉലിദ യൗമൽ ഇസ്നൈനി സാനി അശറ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൽ 12-നാണ് ജനിച്ചത്. വൽ മശ്ഹൂറു, അതാണ് പ്രബല വീക്ഷണം. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു സിഖാത്തിൽ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ, ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായത്തു വന്നിഹായയിൽ നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന് പറയുകയും ഹാദാ ഹുവൽ മശ്ഹൂരി ഇൻദൽ ജുംഹൂർ, ഇതാണ് ഭൂരിഭാഗം ചരിത്ര പണ്ഡിതന്മാർക്കിടയിലും പ്രബലമായ വീക്ഷണം. അപ്പോൾ പ്രബലമായ വീക്ഷണം റബീഉൽ അവ്വൽ 12-നാണ് തന്നെയാണ്. ഒന്ന്. ഇനി രണ്ടാമത് പറഞ്ഞെന്താണ്? വഫാത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. എവിടുന്നാണ് കൂട്ടരെ നിങ്ങൾക്കിത് കിട്ടിയത്? വഫാത്തിന്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 1-നാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, 2-നാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെപ്പോലെയുള്ള വലിയ മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ 13-നാണെന്നുണ്ട്. മറ്റു പല അഭിപ്രായങ്ങളും കിതാബുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്നാണെന്ന് ആർക്കൊരു പിടുത്തല്ല. വഫാത്തായതോ അത് 12-നാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. അതുകൊണ്ട് 12-ൻ്റെ അന്ന് നമ്മൾ ഒരു മുസീബത്ത് സംഭവിച്ചതല്ലേ, അന്ന് നമ്മൾ ആഘോഷിക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോലത്തെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിഴച്ച കക്ഷികൾ ഇവിടെ വരുന്നു മനസ്സിലാക്കിയിട്ട് തന്നെ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു അതിന് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാണ്, വഫാത്തായത് 12-നാണ് എന്ന അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നുണ്ട്. നബി തങ്ങൾ വഫാത്തായത് 12-ന് അല്ല എന്നുള്ള വാദമൊന്നും നമുക്കില്ല. 12-നും അതല്ല മറ്റു പല ദിവസങ്ങളിലുമാണെന്ന് അഭിപ്രായമുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം വഫാത്തേ ഇല്ല, ജനനത്തിൽ മാത്രമേ ഉള്ളൂ എന്നതിനെയാണ് നമ്മൾ പ്രശ്നവൽക്കരിച്ചത്. റസൂലുള്ള തന്നെ പറയുന്നത് അതൊരു മുസീബത്താണ് എന്നാണ്. എന്നിരിക്കെ ആ ദിവസം ആഘോഷിക്കുകയാണോ? ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമായിട്ടല്ലേ? ഇനി അപ്പോൾ ഇമാം സുയൂത്തി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ ദിവസത്തിൽ തന്നെ വഫാത്തായത് എന്നാണല്ലോ ചരിത്രം. അപ്പോൾ ആ ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ മറുപടി പറയുന്നു, ഇന്ന വിലാദത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമുൻ നിഅം, നബി തങ്ങളുടെ ജനനം എന്നത് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. വഫാത്തുഹു അഅ്ളമുൽ മസാഇബി ലനാ, അവിടുത്തെ വിയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്ത് തന്നെയാണ്. പക്ഷേ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ് മുത്തുനബിയുടെ ജനനം, അതിൻ്റെ മേൽ ശുക്ർ രേഖപ്പെടുത്തുക എന്നതിനെയാണ് ശരീഅത്ത് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അഥവാ ഹസ്സത്ത്
അലാ സബ്രി വസുകൂനി ഇൻദൽ മസായിബി. നമുക്ക് വന്ന പ്രയാസത്തിൽ ക്ഷമിക്കാനാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെ മറച്ചു വെക്കാനാണ് പരിശുദ്ധ ദീന് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ശുക്രിൻ്റെ ഭാഗമായിട്ട് അഖീഖത്തറുക്കാൻ പരിശുദ്ധ ദീന് നിയമമാക്കിയത് അതുകൊണ്ടൊക്കെയാണ്. മാത്രമല്ല, അതാണോ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫദല്ലത്ത് ഖവായിദു ശരീഅത്തി അലാ അന്നഹു, പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവസത്തിൽ ഇൽഹാറുൽ ഫറഹി ബി വിലാദത്തിഹി, നബി തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക. ദൂന ഇൽഹാരിൽ ഹുസ്നി ഫീഹി ബി വഫാത്തിഹി, നബി തങ്ങളുടെ ജന്മം വഫാത്ത് കൊണ്ട് സങ്കടപ്പെടുകയും വേണ്ട എന്ന്. പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്, സ്വാലിഹ്യങ്ങളായ ആരും ഇത് ചെയ്തിട്ടില്ല. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് സുഹൃത്തുക്കളെ. സ്വാലിഹ്യങ്ങളാരും ചെയ്തിട്ടില്ലേ? ഇമാം സുയൂത്തി തങ്ങൾ മഹാനല്ലേ? ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ മഹാനല്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയായ ഷെയ്ഖുൻ നവവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് സ്വാലിഹല്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന സ്വാലിഹ ആരാണ്? ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.